ആലപ്പുഴ നൂറനാട് മറ്റപ്പള്ളിയിൽ സർവകക്ഷിയോഗ തീരുമാനത്തിന് വിരുദ്ധമായി വീണ്ടും കുന്നിടിച്ച് മണ്ണെടുക്കുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ ഉപരോധത്തിൽ പങ്കെടുക്കുന്നു. അതിശക്തമായ സമരമാണ് മറ്റപ്പള്ളിയിൽ നടക്കുന്നത്. സർവകക്ഷിയോഗ തീരുമാനങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് വീണ്ടും മണ്ണെടുക്കാനുള്ള ശ്രമമുണ്ടായത്. പോലീസിന്റെ സഹായത്തോടെയാണ് കരാറുകാരൻ ഈ നീക്കം നടത്തിയത്. മണ്ണെടുപ്പിന് സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടില്ല എന്നതാണ് അയാൾ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ശരണ്യ സ്നേഹത്തിന് അവിടെ നിന്നും തുടരുന്നുണ്ട്. ശരണ്യ, അതിശക്തമായ സമരത്തിലാണ് നാട്ടുകാർ. സ്ത്രീകൾ ഈ സമരം മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? തീർച്ചയായും സ്ത്രീകൾ മുന്നിൽ കഴിഞ്ഞ മണിക്കൂറുകൾ മറ്റപ്പള്ളി കണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ വാഹനങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഈ താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവെക്കാനും ഈ വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി യോഗത്തിന് ശേഷം മന്ത്രി പറഞ്ഞത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മറ്റപ്പള്ളി കുന്ന് ഇടിച്ച് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് മന്ത്രി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ ജിയോളജി വകുപ്പ് പാലിച്ചിട്ടില്ല. സ്വാഭാവികമായും അത് നിയമവിരുദ്ധമായാണ് ഈ മണ്ണെടുപ്പ് എന്നുള്ള കാര്യം മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. പിന്നീട് എന്ത് അട്ടിമറിയാണ് അതിനകത്ത് നടന്നതെന്ന് സംബന്ധിച്ച് അറിയില്ല. മണ്ണെടുപ്പ് നിർത്തിവെക്കുന്നതിനുള്ള നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇവിടെ വീണ്ടും മണ്ണെടുപ്പുമായി കരാറുകാരൻ മുന്നോട്ട് പോയത്. തുടർന്ന് ഒന്നോ രണ്ടോ ലോറി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 3 വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ആ കുന്നിന്റെ ചുവട്ടിലാണ്. അവിടെ 3 ലോറികൾ നിറയെ മണ്ണുമായുണ്ട്. ഈ ലോറികളിൽ നിന്നുള്ള മണ്ണ് താഴേക്ക് ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി സമരം ചെയ്തത്. അവര് റോഡിന്റെ ഒരു ഭാഗം, അതായത് ഈ വാഹനം ഇറങ്ങുന്ന റോഡിന്റെ ഒരു ഭാഗം നൂറുകണക്കിന് സ്ത്രീകൾ ഉപരോധിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വണ്ടിയിൽ നിന്നുള്ള മണ്ണ് ഇറക്കണമെന്ന ആവശ്യവുമായി വലിയ പ്രതിഷേധം കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതിഷേധം അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും താഴേക്ക് സമരത്തിനായി സ്ത്രീകൾ മാറിയിരിക്കുകയാണ്. അവർ ഭക്ഷണം അടക്കം തയ്യാറാക്കിക്കൊണ്ട് എത്ര സമയം വേണമെങ്കിലും സമരം ചെയ്യാൻ തയ്യാറാണെന്നുള്ള നിലപാടിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഇവിടുത്തെ പശ്ചാത്തലം. സെസ്സിന് പഠന റിപ്പോർട്ടുള്ള യന്ത്രവൽകൃതമായ ഉപകരണങ്ങളോ അല്ലെങ്കിൽ യന്ത്രവൽകൃതമായ രീതിയിൽ ഇവിടെ നിന്ന് മണ്ണ് എടുക്കാൻ പാടില്ലാത്ത പ്രദേശമാണ് പാലമേൽ എന്നുള്ളതാണ് സെസ്സിന്റെ പഠന റിപ്പോർട്ട്. ആ പഠന റിപ്പോർട്ടിനെ മറികടന്ന് മണ്ണെടുപ്പ് ആരംഭിച്ചതാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുപ്പ് ആരംഭിച്ചതാണ് ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത്. അവർ പറയുന്നത് പരിസ്ഥിതി നാശവും ഒപ്പം തന്നെ അവരുടെ കുടിവെള്ള ടാങ്ക് ഇതിന് മുകളിലുണ്ട്, അതിന്റെ ബലക്ഷയം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ന്യായമായ വാദം ജനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതലായി ഈ സമരത്തിൽ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിട്ടുള്ളത്. പാലമേൽ പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ മുഖമുള്ള സമരമെന്ന് പറയാൻ കഴിയില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു സമരമാണ് പാലമേൽ നടക്കുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിന് ശേഷം നടന്ന സംഭവങ്ങളാണ് തികച്ചും സംശയാസ്പദമായി തോന്നുന്നത്. അതായത് സർക്കാരിന്റെ ഭാഗമായി മന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നു. യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം മന്ത്രി അറിയിക്കുന്നത് ഇത്തരത്തിൽ പാലമേൽ നിന്നും മണ്ണെടുക്കുന്നതിനുള്ള താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ജില്ലാ കളക്ടർക്ക് ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ജിയോളജി വകുപ്പ് കൃത്യമായ പഠനമില്ലാതെ എങ്ങനെയാണ് അനുമതി നൽകിയതെന്നടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് മന്ത്രി പി പ്രസാദ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ജില്ലാ ഭരണകൂടമായും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെയായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ, അതായത് അന്ന് യോഗം ചേർന്നുവെങ്കിൽ പോലും വാക്കാൽ ഉള്ള ഒരു നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അതിനകത്ത് അത് ഒരു ഔദ്യോഗികമായ ഒരു രേഖയായി, അതായത് ഉത്തരവായി ഒരു സ്റ്റോപ്പ് മെമ്മോയായി നിലനിൽക്കുന്നില്ല. ആ സ്റ്റോപ്പ് മെമ്മോ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ആ സ്റ്റോപ്പ് മെമ്മോ മന്ത്രി തന്നെയാണ് മണ്ണെടുപ്പ് നിർത്തിവെക്കണം എന്ന് പറഞ്ഞത്. അതിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഒരു നടപടി എടുക്കുന്നതിനകത്ത് ഞങ്ങൾ സ്റ്റോപ്പ് മെമ്മോ ഇറക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാട് അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത് മണ്ണെടുക്കുന്ന കളക്ടർ മണ്ണെടുപ്പ് നിർത്തിവെച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നില്ലേ നവംബർ 16-ന്? ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ സമരം നടന്നപ്പോൾ ADM ഇവിടെ സ്ഥലത്തെത്തി. ADM ആണ് അന്ന് ചർച്ച നടത്തുകയും സമരം മണ്ണെടുപ്പ് നിർത്തിവെക്കാനായി താൽക്കാലികമായി സർവകക്ഷി യോഗം വരെ മണ്ണെടുപ്പ് നിർത്തിവെക്കാനായുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതിനുശേഷമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നൂറനാട് ചേരുന്നത്. മാവേലിക്കരയിൽ ചേർന്ന ആ യോഗത്തിലാണ് പിന്നീട് അടുത്ത തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ആ തീരുമാനങ്ങളിലൊക്കെയും മണ്ണെടുപ്പ് നിർത്തിവെക്കും എന്നുള്ള രീതിയിൽ എന്തായാലും ഈ വിഷയത്തിൽ കളക്ടറുടെ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷമേ തുടർ നടപടികളിലേക്ക് നീങ്ങൂ എന്നടക്കമുള്ള കാര്യങ്ങളാണ്
മന്ത്രി അടക്കം വ്യക്തമാക്കിയത്. പക്ഷേ അതിൽ നിന്നൊക്കെ സർക്കാർ വ്യതിചലിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് അത്തരത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതുകൊണ്ട് തന്നെ കരാറുകാരൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയുന്നു. സ്വാഭാവികമായും കരാറുകാരൻ ജില്ലാ പോലീസ് മേധാവി ഒപ്പം തന്നെ ഈ ADM ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഈ വിവരം ധരിപ്പിച്ചിരുന്നു. താൻ ഇന്ന് മണ്ണെടുക്കുമെന്നുള്ള കാര്യം ധരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് കരാറുകാരനായ രൂപേഷ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഹൈക്കോടതിയുടെ പെർമിഷൻ ഉണ്ട്. ഹൈക്കോടതിയുടെ പെർമിഷനുള്ള തനിക്ക് എവിടെ നിന്നും സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടില്ല എന്നാണ് കരാറുകാരനായ രൂപേഷ് നമ്മളോട് ഇന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ രൂപേഷിന്റെ ഭാഗത്ത് ഇപ്പോൾ നിയമപരമായി മണ്ണിറക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ അതിനെ മറികടന്ന് ഒരു ഉത്തരവ് ഇറങ്ങേണ്ടത് സ്റ്റോപ്പ് മെമ്മോ നൽകേണ്ടതും ജില്ലാ ഭരണകൂടമാണ്. ജില്ലാ ഭരണകൂടം അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു സ്റ്റോപ്പ് മെമ്മോ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഒത്തുകളിയുടെ പ്രധാന കാര്യം. അതായത് അത്തരത്തിൽ ഒരു സ്റ്റോപ്പ് മെമ്മോ ജില്ലാ ഭരണകൂടത്തിൽ ലഭ്യമാകാത്ത ഘട്ടത്തോളം ഈ കരാറുകാരനെ ഇവിടെ നിന്ന് മണ്ണിറക്കാനായി കഴിയും. അതിന് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ലഭിച്ചേ മതിയാവും. പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാൽ പോലീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടിയും വരും. അതുകൊണ്ടാണ് ഇതൊരു ഔദ്യോഗിക രേഖയായി ഇറങ്ങാത്ത, ഔദ്യോഗിക ഉത്തരവായി ഇറങ്ങാത്തത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ മണ്ണെടുപ്പുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ശരണ്യ, നമ്മൾ കണ്ടതാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നത്. എത്ര വൈകാരികമായ രംഗങ്ങൾക്കാണ് അവിടെ സാക്ഷി വഹിച്ചത്. പക്ഷേ അതിനപ്പുറം നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ തെളിയിക്കുന്നത്. ഒരു സ്റ്റോപ്പ് മെമ്മോ പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം തീരുമാനങ്ങൾ ഉണ്ടായിട്ടും അത് നടപ്പിലായില്ല. അപ്പോൾ ഇതിന് മറുപടി നൽകേണ്ടത് ആരാണ്? ഇന്നും മന്ത്രി ഇക്കാര്യത്തിൽ സംസാരിക്കുകയുണ്ടായി. ആർക്കാണ് ഇതിന് ഉത്തരവാദിത്തം? എന്തുകൊണ്ട് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാകുന്നില്ല? തീർച്ചയായും അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. കാരണം സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്മേൽ ആ തീരുമാനം നടപ്പിലാകാതെ പോയതിനകത്ത് കരാറുകാരനുമേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് സർക്കാരും സർക്കാരിന്റെ ഭാഗമായ ജില്ലാ ഭരണകൂടവുമാണ്. അതിലൊരു വ്യക്തമായ ഒരു മറുപടി നൽകാനായി അവർക്ക് കഴിയുന്നില്ല. മാത്രമല്ല കരാറുകാരനായ രൂപേഷ് പറഞ്ഞത് തനിക്കൊരു സ്റ്റോപ്പ് മെമ്മോ, അല്പസമയം മുമ്പ് നമ്മൾ രൂപേഷുമായി സംസാരിച്ചതാണ്. രൂപേഷ് പറഞ്ഞത് തനിക്ക് ഒരു സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചാൽ താൻ മണ്ണെടുപ്പ് നിർത്തിവെക്കും. സ്റ്റോപ്പ് മെമ്മോ ഇല്ലാത്തിടത്തോളം കാലം താൻ മണ്ണെടുപ്പുമായി മുന്നോട്ട് പോകും. 38 ലക്ഷം രൂപയോളം താൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ പണം എനിക്ക് ലഭ്യമാകേണ്ട ആവശ്യമുണ്ട്. അത് അല്ലെങ്കിൽ സർക്കാർ എനിക്ക് ആ പണം നൽകണമെന്നുള്ള വാദമൊക്കെയാണ് ഈ കരാറുകാരൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ നിലപാട് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ 38 ലക്ഷം രൂപ അയാൾ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ചെലവാക്കിയ തുകയും അടച്ച തുകയും ഒപ്പം തന്നെ ഈ പറഞ്ഞ സ്റ്റോപ്പ് മെമ്മോ തനിക്ക് ലഭ്യമായിട്ടില്ല. അതാണ് കരാറുകാരൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതായത് ഈ വിഷയങ്ങളൊക്കെ നടന്നു, സർവകക്ഷി യോഗം നടന്നു. ആ സർവകക്ഷി യോഗത്തിലൊക്കെ താൻ പങ്കെടുക്കുമ്പോഴും മണ്ണെടുക്കില്ല എന്ന സർക്കാർ ഭാഗത്തു നിന്നും അവർ വാക്കുകൊണ്ട് പറയുന്നതല്ലാതെ മറിച്ച് ഒരു സ്റ്റോപ്പ് മെമ്മോ തനിക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. അത്തരം ഒരു സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചാൽ താൻ മണ്ണെടുപ്പ് നിർത്തിവെക്കുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും സ്റ്റോപ്പ് മെമ്മോ നൽകേണ്ടത് ഈ വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പമാണെന്ന് പറയുന്ന സർക്കാരാണ്, സർക്കാർ സംവിധാനങ്ങളാണ്. ആ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു സ്റ്റോപ്പ് മെമ്മോ ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കരാറുകാരന്റെ ബലം. ആ കരാറുകാരനെതിരെ തങ്ങൾ മണ്ണെടുപ്പിന് എതിരാണ് എന്ന് സർക്കാർ പറയുമ്പോൾ കരാറുകാരന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാത്തത് എന്താ എന്ന് സംബന്ധിച്ച് വിശദീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. രേണുക, തീർച്ചയായും വൈകാരിക പ്രകടനങ്ങളല്ല ഈ നാട്ടുകാരുടെ അവരുടെ ജീവനും സ്വത്തിനും ഒക്കെ അപകടം വരുന്ന ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമാണ്. അവരുടെ ജീവിക്കാനുള്ള അവകാശമാണ്. അതാണ് അവിടെ പ്രതിഷേധമായി തന്നെ വരുന്നത്. അവർക്ക് അതിൽ പരിഹാരമാണ് വേണ്ടത്, വൈകാരിക പ്രകടനങ്ങളല്ല എന്നത് ഈ സാഹചര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലായില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ മറുപടി പറയേണ്ടി വരും. തനിക്ക് സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടില്ലാത്തതിനാലാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് കരാറുകാരൻ വിശദീകരിക്കുന്നത്. എന്തായാലും അടുത്ത മാസം കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ സർവകക്ഷി യോഗ തീരുമാനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം ഒരു നടപടി അവിടെ ഉണ്ടായത്. സ്ത്രീകളുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറുന്നത്. ശരണ്യ സ്നേഹജൻ അവിടെയുണ്ട്. നമുക്ക് പിന്നീട് ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റായ കാര്യങ്ങളാണ് കേന്ദ്ര ധനമന്ത്രി പറയുന്നത്. കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക സമീപനത്തിന്റെ ഭാഗമായാണ് കുടിശ്ശിക തരാത്തത്. കേരളം സൗജന്യമോ ഔദാര്യമോ അല്ല ചോദിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മളിപ്പോ എന്തെങ്കിലും സൗജന്യമോ ഔദാര്യമോ വേണമെന്നല്ല ആവശ്യപ്പെടുന്നത്. ന്യായമായി നമുക്ക് ലഭിക്കേണ്ട വിഹിതമുണ്ട്. ഇപ്പോൾ നികുതി വിഹിതം അക്കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളോട് സ്വീകരിക്കേണ്ട ആരോഗ്യകരമായ സമീപനമായിരിക്കണം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുണ്ടാകുന്നത്. ഒരു തരത്തിലുമുള്ള
ശത്രുതാപരമായ സമീപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ലൈഫ് പദ്ധതിയിൽ PMAYയുടെ ഭാഗമായി ലഭിക്കുന്നത് 72,000 രൂപയാണെന്നും 4 ലക്ഷത്തിൽ ചെറിയൊരു ഭാഗം നൽകുന്നവർക്ക് പേര് വെക്കണമെന്ന് പറയാൻ എന്തർഹതയാണുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. 37,121 വീടുകൾക്കാണ് PMAY പ്രകാരം തുക നൽകിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന പദ്ധതികളുടെ പേര് സംസ്ഥാന സർക്കാർ മാറ്റുന്നു എന്ന വിമർശനത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. PMAYയുടെ ഭാഗമായിട്ട് PMAY ഗ്രാമീണിൻ്റെ ഭാഗമായി സഹായം ലഭിക്കുന്നത് 72,000 രൂപയാണ്. ഇത് മുഴുവൻ ലൈഫിലെ വീടുകൾക്കുമല്ല. PMAYയുടെ വീടുകൾ ഏതെന്ന് അതിൻ്റെ ഭാഗമായി കണക്കാക്കുന്നത്. ആ PMAY വീടിന് മാത്രമാണ് 72,000 രൂപ കൊടുക്കുന്നത്. ആ 72,000 രൂപയല്ല നമ്മൾ നൽകുന്നത്. നമ്മൾ 72,000-ന് പുറമെ സംഖ്യ കൂട്ടി 4 ലക്ഷം തികച്ചു കൊടുക്കുകയാണ്. കേരളത്തിൽ ഇങ്ങനൊരു പദ്ധതി ആരംഭിക്കുകയാണ്. നമ്മൾ വിവിധ ഏജൻസികൾ ഭവന നിർമ്മാണ പദ്ധതികൾ നടത്തുന്നുണ്ട്. എല്ലാം കൂടി ഏകോപിപ്പിച്ച് നല്ല തോതിലൊരു പദ്ധതിയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കേന്ദ്രം സഹകരിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗമായി കേന്ദ്രം സഹകരിക്കാൻ തയ്യാറായി. അതാണ് ഈ PMAYയുടെ ഗ്രാമീൺ മേഖലയിലുള്ള 72,000. അതെത്രയാ വീട് എന്നറിയോ? 37,171 വീടുകൾ. സാധാരണ വീട് പോലെ തന്നെ ഒരു വീടാണത്. നമ്മൾ ഒരു ബ്രാൻഡിങ് പോലും നടന്നില്ല, ഒരു പരസ്യവും കൊടുത്തിട്ടില്ല. അവിടെയാണ് ഇപ്പോൾ ഇത് PMAY ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെന്ന് പറയുന്നത്. PMAYയുടെ പണത്തിൻ്റെ വിഹിതം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഒരു 4 ലക്ഷം കൊടുക്കുന്നതിൽ ചെറിയൊരു കാശ് എന്നവർക്ക് ഞങ്ങളെ പേര് വെക്കണമെന്ന് പറയാൻ എന്താ അർഹത? നമ്മളെ പേര് വെക്കുന്നുണ്ടെങ്കിൽ അത് പറയാം. നിങ്ങളിങ്ങനെ പേര് വെക്കുന്നു, ഞങ്ങളെ കൂടി പണമുണ്ട്, ഞങ്ങളെ പേരെന്താണ് വെക്കാത്തതെന്ന് ചോദിക്കുക. അതല്ല ഞങ്ങൾ പറയുന്ന ഇന്നയാളെ ഫോട്ടോ വേണം, മറ്റേ തരത്തിൽ വേണം എന്നൊക്കെ പറയാൻ എന്തർഹതയാണ്? അതിലല്ല പ്രധാനം, നമ്മൾ ഇത്രയും വീടുകൾ കേരളത്തിൽ കൊടുക്കുമ്പോൾ ഒരു വീടിൻ്റെ കാര്യത്തിലും പ്രത്യേകമായി ഒരു ബ്രാൻഡിങ്ങും നടത്തുന്നില്ല. കണ്ണൂരിൽ ക്ഷീരകർഷകൻ ആത്മഹത്യ ചെയ്തു. കൊളക്കാട് രാജമുണ്ടി സ്വദേശി MR ആൽബർട്ട് മുണ്ടയ്ക്കലിനെയാണ് വീടിനുള്ളിൽ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേരള ബാങ്കിന്റെ പേരാവൂർ ശാഖയിൽ നിന്ന് 2 ലക്ഷത്തിലധികം രൂപയുടെ വായ്പ എടുത്തിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിച്ചത്. എന്നാൽ ജപ്തി നടപടിയോ ഭീഷണിയോ ഉണ്ടായിട്ടില്ലെന്ന് കേരള ബാങ്ക് അധികൃതർ പറഞ്ഞു. ആൽബർട്ടിന് കേരള ബാങ്കിൽ യാതൊരു വായ്പയും നിലവിലില്ലെന്നും അധികൃതർ അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ചാരിറ്റി തട്ടിപ്പ് സംസ്ഥാനത്ത് തുടർക്കഥയാകുന്നു. തലശ്ശേരിയിലെ രോഗിക്കായി തയ്യാറാക്കിയ വീഡിയോയുടെ മറവിലാണ് പുതിയ തട്ടിപ്പ്. നിരന്തരം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും ശരിയായ ഇടപെടലിന് പോലീസ് തയ്യാറാകുന്നില്ല എന്നത് തട്ടിപ്പുകാർക്ക് ധൈര്യം നൽകുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ചാരിറ്റിക്കായി ഇൻഫ്ലുവൻസർമാർ ചെയ്യുന്ന വ്ളോഗുകൾ അത് കണ്ട് ചെറുതും വലുതുമായി ധനസഹായം ചെയ്യുന്ന നിരവധി പേർ. പക്ഷേ ചോദ്യം ഇതാണ്: ചികിത്സാ സഹായം ആവശ്യമുള്ള കുടുംബങ്ങളിലേക്ക്, അവരുടെ കൈകളിലേക്ക് ഈ പണം എത്തുന്നുണ്ടോ? എത്തുന്നില്ല എന്നതിന് ഒരു തെളിവ് കൂടി. അന്ന് വിതുരയും വടകരയുമെങ്കിൽ ഇന്ന് തലശ്ശേരി. വീഡിയോകളും രോഗികളും മാത്രം മാറുന്നു. തട്ടിപ്പിന് ഒരേ സ്വഭാവം, തട്ടിപ്പുകാരും അതേ ആളുകൾ തന്നെയാവാം. ഉപ്പാന്റെ മക്കളില് ഉപ്പാനെ കാണാൻ വന്നിനെ. ഉപ്പൊക്കെ കാണണ്ടേ നമ്മളാ? ഉപ്പൊക്കെ നമ്മളെ കാണണ്ടേ? എന്റെ ഉപ്പാനെ എല്ലാരും സഹായിക്കണം. എനിക്ക് ഉപ്പ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാരും വിചാരിച്ച എന്റെ ഉപ്പാനെ രക്ഷിക്കാൻ കഴിയും. തെളിവുകൾ സഹിതം ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടിട്ടും രേഖാമൂലം പരാതി നൽകിയിട്ടും പോലീസ് അനങ്ങാത്തത് തന്നെയാണ് കൂടുതൽ തട്ടിപ്പുകൾക്ക് കാരണമെന്ന് വ്യക്തം. പുതിയ തട്ടിപ്പിൽ ഇരയായത് തലശ്ശേരിയിലെ രോഗിയാണ്. എല്ലാരും സഹായിക്കണം എന്റെ ഉപ്പാനെ. എല്ലാരും ദുആ ചെയ്യണം എന്റെ ഉപ്പാക്ക് വേണ്ടിട്ട്. ഈ പൊന്നു മോള് പറയുന്നത് കേട്ടോ പ്രിയപ്പെട്ടവരെ? ഉപ്പാന്റെ മോളിതാ വന്നിക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കുപ്പ. ഞങ്ങൾക്ക് ഉപ്പയല്ലാതെ വേറെ ആരാണുള്ളത്? ഞങ്ങളെ നോക്കാൻ വേറെ ആരാ ഉള്ളത്? ഉപ്പ, എന്റെ ഉപ്പാന്റെ ഇങ്ങനത്തെ ഒരു കിടത്തം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ഉപ്പയെ എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു.
ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏകദേശം 7 or 8 വീഡിയോ ഞാൻ ചെയ്തത് ഇങ്ങനെ വ്യാജ രീതിയിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. ഇനിയും ഇവർ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ചാരിറ്റി എന്ന് പറയുന്ന ഈ സംവിധാനം നിലച്ചു പോകും. ഓരോ വീഡിയോകളും ഇങ്ങനെ വരുന്ന സമയത്ത് സ്റ്റേഷനിൽ പോയി അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ പരാതികളൊക്കെ ഏകോപിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പറ്റുമെങ്കിൽ ഗവർണർക്കും പരാതി കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. 6 ലക്ഷത്തോളം രൂപയാണ് അമർഷാന്റെ ബ്ലോഗുകളിലൂടെ നേരത്തെ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത്. മറ്റൊരു വീഡിയോ കൂടി തട്ടിപ്പ് സംഘം ഉപയോഗിക്കുമ്പോൾ ഇനിയും ലക്ഷങ്ങൾ സംഘത്തിന്റെ കയ്യിലേക്ക് പോകുമെന്ന് ഉറപ്പ്. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. 4 പേരുടെ മരണത്തിനിടയാക്കിയ ക്യുസാറ്റ് ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ. സർക്കാരിന്റെ നിർദ്ദേശങ്ങളും ഹൈക്കോടതി ഉത്തരവും ലംഘിച്ചു. കോളേജ് ക്യാമ്പസുകളിൽ പ്രൊഫഷണൽ ഗ്രൂപ്പുകളുടെ പരിപാടികൾക്ക് അനുമതിയില്ല എന്നിരിക്കെയാണ് സംഗീത നിശ സംഘടിപ്പിച്ചത്. പുറത്തുനിന്ന് ആളുകളെ കയറ്റിയതും നിയമവിരുദ്ധമാണ്. സംസ്ഥാന സർക്കാരിന്റെ 2015 സർക്കുലറാണ് ലംഘിക്കപ്പെട്ടത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നാടിനെ ആകെ ഞെട്ടിച്ച ക്യുസാറ്റിലെ ടെക് ഫെസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സംഘടിപ്പിച്ചതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2015 KM എബ്രഹാം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് സർക്കാർ പുറത്തിറക്കിയ ഒരു സർക്കുലർ ഉണ്ട്. അതായത് കോളേജുകളിലെ പ്രവർത്തനം, ആഘോഷ പരിപാടികൾ, ഹോസ്റ്റലുകളുടെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരുത്തിക്കൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു സർക്കുലർ പുറത്തിറക്കുകയുണ്ടായി. ആ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കാതെയാണ് ക്യുസാറ്റിൽ ടെക് ഫെസ്റ്റ് നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് ഇത്തരത്തിൽ ഉള്ള പ്രൊഫഷണൽ ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഏജൻസികളുടെ മ്യൂസിക്കൽ ഇവന്റുകളോ അല്ലെങ്കിൽ DJയോ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് അന്ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ, അതായത് ക്യാമ്പസുകളിൽ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് അന്ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഈ ടെക് ഫെസ്റ്റ് സാധാരണഗതിയിൽ എല്ലാ കോളേജുകളിലും, അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ടെക് ഫെസ്റ്റ് നടത്താറുണ്ട്. പക്ഷേ ഈ ടെക് ഫെസ്റ്റുകൾ നടത്തുമ്പോൾ അത് സാങ്കേതിക പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം ടെക് ഫെസ്റ്റ് ആയിരുന്നു സംഘടിപ്പിക്കേണ്ടത്. പക്ഷെ അവിടെയാണ് ഈ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായ ഒരു മ്യൂസിക്കൽ ഇവന്റ് സംഘടിപ്പിച്ചത്. അതും ചട്ടലംഘനമാണ് എന്നുള്ളതാണ്. ഒപ്പം ഈ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ക്യാമ്പസിലെ പ്രവേശനം അത് അനുവദിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അത്രയും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാരണങ്ങൾക്ക് മാത്രമാണ് ക്യാമ്പസിൽ പുറത്തു നിന്നുള്ളവർക്ക് അനുമതിയുള്ളത്. പക്ഷേ ഇവിടെയും ഈ ഒരു അപകടത്തിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പുറത്തു നിന്നുള്ള ആളുകൾ ഈ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് ഈ തിരക്കിന് കാരണമായതിന്, അല്ലെങ്കിൽ ഈ തിരക്കുണ്ടാകുമ്പോൾ പുറത്തു നിന്നുള്ള ആളുകളും ക്യാമ്പസിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് പോലീസിന്റെ സുരക്ഷയാണ്. സ്വാഭാവികമായും ഇത്തരം വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പോലീസിന്റെ സുരക്ഷ ആവശ്യപ്പെടേണ്ടത്, അത് പോലീസ് സുരക്ഷ ഒരുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അത്തരം ഒരു അറിയിപ്പ് പോലീസിന് ലഭിക്കുന്നത്. പക്ഷേ രേഖാമൂലം അങ്ങനെ ഒരു അറിയിപ്പ് പോലീസിന് നൽകിയിട്ടുമില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇത്തരം വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഡിസിപ്ലിൻ കമ്മിറ്റി ഉണ്ട്, എല്ലാ കോളേജുകളിലും ഉണ്ട്. അത്തരം ഒരു ഡിസിപ്ലിൻ കമ്മിറ്റി ഇതിന്റെ മേൽനോട്ടം വഹിക്കണമെന്നുണ്ട്. അത് പാലിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ്. അങ്ങനെ ഈ സർക്കുലറിലെ പല കാര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ക്യുസാറ്റിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സംഭവം. ഇത് ഒരുപക്ഷെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇത്തരം സർക്കുലറുകൾ ചർച്ചയാകുന്നു. മറ്റൊന്ന്, ഈ 2015 ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ്, CET കോളേജിൽ ഒരു അപകടം ഉണ്ടാകുമ്പോഴാണ് ഇത്തരമൊരു സർക്കുലർ 2003 സർക്കുലർ പുതുക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പുതിയ സർക്കുലർ പുറത്തിറക്കിയത്. 2015 ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ആ കേസിൽ ഹൈക്കോടതി വിധി പറഞ്ഞതും. ആ വിധിയിൽ കൃത്യമായി ഹൈക്കോടതി പറയുന്നുണ്ട്, ഇത്തരം സർക്കുലറുകൾ അത് കടലാസിൽ ഒതുങ്ങേണ്ടതല്ല. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കീഴിലുള്ള എല്ലാ കോളേജുകളിലും ഈ സർക്കുലർ നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം അത് സർക്കാരിനുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ്, സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറിന്റെ കൂടി ലംഘനമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ക്യുസാറ്റ് ടെക് ഫെസ്റ്റിന്റെ ഈ ഒരു അപകടത്തിന് ശേഷം ഈ സർക്കുലർ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കുകയാണ്. ആരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ 2015 സംസ്ഥാന സർക്കാരിന്റെ സർക്കുലറിന്റെ നഗ്നമായ ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഐശ്വര്യാനിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.
ക്യുസാറ്റ് ദുരന്തത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച സർക്കാർ. ഡോക്ടർ MS രാജശ്രീയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ കമ്മീഷൻ. ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സംഘാടനം നിർവഹിക്കേണ്ടത്, അതിന്റെ പ്രോട്ടോകോൾ സംബന്ധിച്ച് വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ഈ പ്രസ്തുത സംഭവത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണത്തിലൂടെ കണ്ടെത്താനുമായിട്ട് ഒരു കമ്മീഷനെ നിയോഗിക്കുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ MS രാജശ്രീയുടെ നേതൃത്വത്തിലായിരിക്കും ആ കമ്മീഷൻ. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. സിൻഡിക്കേറ്റ് യോഗവും ഉപസമിതി യോഗവും ഉച്ചയ്ക്ക് ശേഷം ചേരും. ഉപസമിതി റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്ന് VC PG ശങ്കരൻ പറഞ്ഞു. 3 തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിലുള്ള അന്വേഷണം, പോലീസ് അന്വേഷണം, യൂണിവേഴ്സിറ്റി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എല്ലാം സിൻഡിക്കേറ്റ് മീറ്റിംഗിന് കഴിഞ്ഞ ശേഷം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പരിപാടിക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗം നൽകിയ കത്ത് പുറത്തുവന്നു. അപകടം നടന്നതിന് തലേ ദിവസം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ രജിസ്ട്രാർക്ക് നൽകിയ കത്താണ് പുറത്തുവന്നത്. അപകടത്തിൽപ്പെട്ട് ICUവിൽ കഴിയുന്ന 2 വിദ്യാർത്ഥികളുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ഡാൻ ഇപ്പോൾ ഉണ്ട് വിവരങ്ങളുമായി. ഡാനി, ഏറ്റവും ആശ്വാസകരമായ വാർത്ത ഈ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടികളുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നതാണ്. എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം? ഒപ്പം കത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങളും. കുസാറ്റിൽ നടന്ന ഈ അപകടത്തെക്കുറിച്ച്, അതിന്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിവിധ സമിതികൾ ഇത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് നടത്തുന്ന അന്വേഷണത്തിന് പുറമെയാണിത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി സാങ്കേതിക സർവകലാശാല ടെക്നിക്കൽ ഡയറക്ടർ ഡോക്ടർ MS രാജശ്രീ തന്നെയാണ് ഇത് സംബന്ധിച്ച വിശദമായ രീതിയിൽ തന്നെ ഒരു പഠന റിപ്പോർട്ട്, എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. തിയേറ്റർ, ഇതിന്റെ പരിസരം, ഈ അപകടമുണ്ടായ സ്ഥലങ്ങൾ, ഇത് എല്ലാം തന്നെ വിശദമായിട്ട് തന്നെ പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെയാണ് മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ കഴിയുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകും. അത് കൃത്യമായും തന്നെയും വരും നാളുകളിൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരം ഫെസ്റ്റുകളുടെ ഒരു നിർദ്ദേശം, അതിന്റെ ഒരു മാർഗനിർദ്ദേശം ഇതിനെ ആസ്പദമാക്കി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത്ര ഗൗരവത്തോടുകൂടി തന്നെയാണ് സർക്കാർ ഈ ഒരു കാര്യങ്ങളെ കാണുകയും ചെയ്യുന്നത്. നിലവിൽ കുസാറ്റിന്റെ സർവകലാശാല കൊച്ചി സർവകലാശാലയുടെ ഒരു ഉപസമിതി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. 3 അംഗ ഉപസമിതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യോഗം ചേർന്നുകൊണ്ട് ഇതിന്റെ അവർ ഇതുവരെ നടത്തിയിട്ടുള്ള ഒരു അന്വേഷണങ്ങൾ വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെയും സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് മറ്റൊരു വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെയും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പരിശോധനകൾക്ക് വേണ്ടി ഈ ഓഡിറ്റോറിയത്തിലും എല്ലാം തന്നെ എത്തിയിരുന്നു. അത്തരം പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ ഒരു തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൊച്ചി സർവകലാശാലയുടെ അടിയന്തര സിൻഡിക്കേറ്റ് ഇന്ന് ചേരുന്നു. ഓൺലൈനായിട്ടാണ് സിൻഡിക്കേറ്റ് ചേരുന്നത്. നിലവിൽ വന്നിരിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും, റിപ്പോർട്ടുകളും, പ്രാഥമികമായി വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളടക്കങ്ങൾ യോഗം ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഇതിൽ സംഘാടനത്തിലെ വലിയൊരു പിഴവ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിവാദവും ഉണ്ടായിരിക്കുന്നു. അത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പ്രിൻസിപ്പൽ കൈമാറിയ ഒരു കത്താണ്. ഇതിൽ സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് അതിനൊരു പബ്ലിക് ആക്സസ് കൂടിയുള്ള റോഡ് അടക്കമുള്ള കടന്നു പോകുന്നപ്പോൾ പബ്ലിക്കിന് കൂടി കടന്നു വരാൻ കഴിയുന്ന ഒരിടമാണ്. അതുകൊണ്ട് മതിയായ സുരക്ഷ ഒരുക്കണം. കൊച്ചി സർവകലാശാലയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ തന്നെ പോലീസിനെ കൂടി ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ആളുകൾ കൂടാൻ ഇടയുണ്ട്. അതുകൊണ്ട് കൂടുതൽ സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പൽ കൈമാറി ഒരു കത്ത് ഈ അപകടം നടന്ന തലേ ദിവസം തന്നെ കൈമാറിയിരുന്നു, രജിസ്ട്രാർക്ക് കൈമാറിയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു തുടർ നടപടികൾ എന്താണെന്ന് സംബന്ധിച്ച് അറിയില്ല. കാരണം അന്ന് ഈ സംഭവം നടക്കുമ്പോൾ പോലീസിന്റെ ഒരു നാമമാത്രമായ ഒരു സാന്നിധ്യം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ PG ശങ്കരൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചത് ഇതിൽ വാക്കാലുള്ള ഒരു അപേക്ഷ മാത്രമായിരുന്നു, അറിയിപ്പ് മാത്രമായിരുന്നു പോലീസിന് നൽകിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രേഖാമൂലം നൽകിയ
ഈ ഒരു ആവശ്യത്തിന് എന്ത് തുടർ നടപടികളാണ് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടായത് എന്ന കാര്യം ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് രജിസ്ട്രാർ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കൂടി ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ചർച്ചകളിലേക്ക് വരും. ഇത് സംബന്ധിച്ച് തുടർച്ചയായ റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുകയും ചെയ്യും. അതിൽ നിന്ന് ആയിരിക്കും ഇതിൻ്റെ ഒരു മാർഗനിർദ്ദേശം കാര്യങ്ങളടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകുകയും ചെയ്യുന്നത്. അതോടൊപ്പം ഏറ്റവും ആശ്വാസകരമായുള്ളത് രണ്ടുപേര് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു. രണ്ടുപേരും വെന്റിലേറ്റർ സംവിധാനത്തിലായിരുന്നു. 2 വിദ്യാർത്ഥിനികൾ. അവരെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ആശാവഹമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് രണ്ടുപേരുടെയും ആരോഗ്യസ്ഥിതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. നിലവിൽ ഏതാണ്ട് 20ഓളം പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. നേരത്തെ 3 പേര് ICUവിൽ എറണാകുളം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഈ 2 പേർ കൂടി അപകടനില തരണം ചെയ്തതായാണ് ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല വാർത്ത. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ ഇന്ന് 12 വിളക്കാണ്. ദർശനത്തിനായി കൂടുതൽ മലയാളികൾ മല ചവിട്ടുന്നത് 12 വിളക്കോടെയാണ്. തൃക്കാർത്തിക ദിനം കൂടിയായ ഇന്ന് ശബരിമലയിൽ വൈകിട്ട് ദീപം തെളിയിക്കും. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ശബരിമല തീർത്ഥാടനം ഏതാണ്ട് 12 ദിവസം പിന്നിടുമ്പോൾ 12 വിളക്ക് എന്ന പേരിലാണ് ഈ ദിവസത്തെ നടപടിക്രമങ്ങൾ നടക്കുക. എന്നാൽ പ്രത്യേകിച്ച് ആരാധനകളോ പൂജകളോ ഒന്നുമില്ല. തീർത്ഥാടനം ഒരു ഘട്ടം കഴിയുന്നു എന്നത് മാത്രമാണ് 12 വിളക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ 12 വിളക്ക് എത്തുന്നതോടുകൂടി അല്ലെങ്കിൽ തീർത്ഥാടനം 12 ദിവസം കഴിയുന്നതോടുകൂടി കൂടുതൽ മലയാളികളായ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങും എന്നത് തന്നെയാണ് പ്രത്യേകത. മണ്ഡല മഹോത്സവത്തിനായി നട തുറന്ന് ഇത്രയും ദിവസം കൂടുതലായി ഇതര സംസ്ഥാന ഭക്തരാണ് എത്തിക്കൊണ്ടിരുന്നത്. പ്രധാനമായും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് എത്തിത്തുടങ്ങിയത്. ഇനി വരും ദിനങ്ങളിൽ മലയാളികളായ തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങും എന്നത് തന്നെയാണ് പ്രത്യേകത. എന്തായാലും വലിയ തിരക്ക് ഇന്ന് രാവിലെ നട തുറന്നപ്പോൾ അനുഭവപ്പെടുന്നു. തിരക്ക് രാവിലെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും ഇച്ചിരി കൂടി വരുന്നുണ്ട്. എത്ര നേരം നിൽക്കേണ്ട വന്നു? ഞങ്ങള് മാക്സിമം ഒരു മണിക്കൂറോളം നിന്നിട്ടുണ്ട്. നടപ്പന്തലാണ്. ബാക്കി സൗകര്യങ്ങൾ ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. തിരക്ക് നല്ല തിരക്കാണ്. രാവിലെ തൊട്ട് നല്ല തിരക്കാണ്. നടപ്പന്തലോട്ട് ഞങ്ങൾ വരുന്നതിന് മുമ്പ് നല്ല തിരക്കുണ്ടായിരുന്നു, ക്യൂ ഉണ്ടായിരുന്നു. തിരക്ക് കുറവായിരുന്നു. തിരക്ക് കൂടുന്നു. കുഴപ്പമില്ല. We are from Mangalore and it's good, great. Facility, there's a lot of improvement compared to last year. Last year also, there's a lot of improvement. ಸರ್, ನಾವು ಕರ್ನಾಟಕದಿಂದ ಬರ್ತೀವಿ. ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ. ಪ್ರತಿ ವರ್ಷನೂ ಬರ್ತೀವಿ. ಭಾಳ ಸಂತೋಷ ಆಗುತ್ತೆ ಸ್ವಾಮಿ ದರ್ಶನ ಮಾಡೋದೇ ನಮ್ಮ ಪುಣ್ಯ ಸ್ವಾಮಿ. ರಶ್ ತುಂಬ ವಿಪರೀತ ರಶ್ ಇದೆ ಸ್ವಾಮಿ. ಬೆಳಗ್ಗೆಯಿಂದ ನಾವು ಕ್ಯೂಲ್ ಬಂದು ಇವಾಗ ದರ್ಶನ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಭಾಳ ಚೆನ್ನಾಗಿದೆ, ಭಾಳ ತೃಪ್ತಿ ಆಯಿತು. we are get satisfied. Today's rush is more. I'm from Bangalore. I first visit to Sabrimala temple and I see a lot of crowd, but well organized and well maintained. I'm from Bangalore. This is 21st time coming, 21st year continually. റിപ്പോർട്ടാണ് കണ്ടത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വിശദമായ വാർത്തകളുമായി വാർത്തയിൽ ഇന്ന് കാണാം 1 മണിക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. പൊൻകതിർ പുട്ട് സോഫ്റ്റ്